പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ എന്താണ് ഓണാഘോഷത്തിൻ്റെ ഒരു വൈബ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. മാർട്ടിനുണ്ട് അവിടെ, ഏതോ ഒരു ഗ്രാമത്തിൽ മാർട്ടിൻ അവിടെ നിൽപ്പുണ്ട്. മാർട്ടിനൊപ്പം കുറേ ആളുകളുമുണ്ട്. ഓണാഘോഷം നടക്കുന്ന സ്ഥലത്താണ്. മാർട്ടിനെ, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? മഹേഷേട്ടാ, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട വാഴമുട്ടം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതായത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി ഒരു ഗ്രാമപ്രദേശമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ ചെറിയൊരു പ്രദേശമാണ്, എങ്കിൽ പോലും നിരവധി ആളുകൾ കൂടിയിട്ടുണ്ട്. ഓണാഘോഷം ഇങ്ങനെ തകർത്ത് തിമർത്ത് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ബൈക്ക് സ്ലോ റേസാണ്. അത് സ്ത്രീകളുടെ ഒരു ബൈക്ക് സ്ലോ റേസാണ്. പുരുഷന്മാരുടെ കഴിഞ്ഞു, അതിൽ കുറച്ച് പേർ വിജയികളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി സ്ത്രീകളുടെ ഒരു ബൈക്ക് സ്ലോ റേസാണ് നടക്കുന്നത്. ഇന്ന് പകൽ മുഴുവൻ ഈ ഒരു പ്രദേശത്ത് രാവിലെ മുതൽ വലിയ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ആ ഒരു ആഘോഷം വീണ്ടും തുടരുകയാണ്. രാത്രിയിലും വലിയ തോതിലുള്ള കലാപരിപാടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് കാണാം, സ്റ്റേജൊക്കെ കെട്ടിയിരിക്കുന്നത് കാണാം. അതായത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വളരെ ആഘോഷമായിട്ടുള്ള പരിപാടികളാണ് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും നിരവധി ആളുകൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ട്. ഇവരെല്ലാം വളരെ ആവേശത്തിലാണ്. കുറച്ചു മുമ്പാണ് നമ്മളിവിടെ വന്നപ്പോഴാണ് സുന്ദരിക്ക് പൊട്ടുകുടത്തോടിയിൽ എന്ന മത്സരം കഴിഞ്ഞത്. ഇതാ ബൈക്ക് സ്ലോ റേസാണ്. കണ്ട, നമുക്ക് വളരെ കാണാൻ സാധിക്കും. വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ്. ചേച്ചി വിചാരിച്ചത് ആദ്യം ഓടിച്ചെത്തിയാൽ സമ്മാനം എന്നാണ്. അതല്ല, പുറകെ നല്ല ഓടിച്ചെത്തുന്നാക്കാണ് സമ്മാനം. മറ്റേ സൈഡിലൂടെ വന്ന് ചേച്ചി കുറച്ച് സ്പീഡിൽ ഓടിച്ചു പോകുന്നു. അതെ 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 അതാണ് സംഭവിച്ചത്. ചേച്ചിമാരും എല്ലാവരും, അതായത് ആദ്യം പുരുഷന്മാരുടെ ഒരു മത്സരം കഴിഞ്ഞു. ഇനി അടുത്തത് സ്ത്രീകളുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പ് തൊട്ടപ്പുറത്ത് സുന്ദരിക്ക് ഒരു പൊട്ടുതൊടിയിൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിലോട്ട് കളിക്കുന്നത്. അങ്ങനെ ഓരോ മത്സരത്തിലോട്ടും ആളുകൾ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ട് വളരെ ഒരു ആഘോഷമാക്കുകയാണ്. അതായത് ഈ പ്രദേശത്ത് പുറത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു വൈബിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഓണത്തിന്റെ എല്ലാ ആഘോഷത്തിലേക്കും ഈ നാട്ടിൻപുറങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആവേശകരമായിട്ടുള്ളൊരു വസ്തുത. അതിന്റെ ആഘോഷങ്ങളാണ് ഈ കാണുന്നത്. നമുക്ക് കാണാൻ ഒരുപക്ഷെ നമ്മളും നമ്മുടെ ഓഫീസിലൊക്കെ ഇത്തരം ആഘോഷങ്ങളും പരിപാടികളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം അതിന്റെ ഒരു വൈബ് എന്താണ്, അതിന്റെ ഒരു ആഘോഷം എന്താണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അതിന്റെ സമാനമായിട്ടുള്ളൊരു നേർക്കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു മത്സരവും ആഘോഷവും അങ്ങനെ മൊത്തത്തിലൊരു വൈബിലോട്ടാണ് ഈ ഒരു സ്ഥലം കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതേപറ്റി ഇതിന്റെ ഒരു സംഘാടകരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് ഇതിന്റെ ഒരു സംഘാടകൻ. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ മത്സരങ്ങളും പരിപാടികളും? എങ്ങനെയുണ്ട്? ഗംഭീര പരിപാടികൾ. നിങ്ങൾ 42 വർഷമായിട്ട് നടത്തുന്ന ഓണാഘോഷമാണ് ഇത് ക്ലബിന്റെ വാഴമുട്ടം പുതുപ്പറമ്പ് യുവതാര ക്ലബ്ബ്. ഇത് ഒരുപാട് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് കണ്ടത്തിന് മണ്ണിനകത്ത് ഫുട്ബോൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർ വന്ന് ഒരു ടീമിന്റെ കൂടെ മത്സരിച്ചതാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ ഉത്സവമാണ്. മത്സരിക്കുന്നവർക്കെല്ലാം സമ്മാനമുണ്ട്. എല്ലാവർക്കും സമ്മാനമുണ്ട്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഉണ്ട്. വൈകിട്ട് ഇവിടെ പിള്ളേർ ഗാനമേള ഇതുണ്ട്, മ്യൂസിക്കൽ. അപ്പൊ മഹേഷേട്ടാ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വലിയൊരു ആഘോഷം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ബൈക്ക് റൈസിന്റെ രണ്ടാമത്തെ സെക്ഷൻ കൂടി തുടങ്ങുകയാണ്. ഇതാ കാണാൻ സാധിക്കും. ഇപ്പോൾ ചേച്ചി വളരെ ആവേശത്തോടു കൂടി തടടാ ഇപ്പുറത്തേക്ക് ചേച്ചി വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോട് കൂടി തടയേ കേട്ടോ. ഇപ്പം ഇതുപോലെയുള്ള സന്തോഷങ്ങളാണ് ഈ ഒരു നാടിന്റെ ഒരു ഗ്രാമത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരു വൈബ് നോക്കിയേ. ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. സദ്യ കഴിഞ്ഞ് ആരും അങ്ങനെ നേരെ കിടക്കയിൽ കയറി കിടന്നുറങ്ങുന്നില്ല. എല്ലാവരും നേരിട്ട് ഇറങ്ങി നാട്ടിലിറങ്ങി ആഘോഷിക്കുകയാണ്. അവരങ്ങ് സന്തോഷിക്കുകയാണ്, മതിമറന്ന് സന്തോഷിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് ഈ വൈകുന്നേരം നമ്മൾ കാണുന്നത്.